ലേണേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓക്കെ, ഫുള്ളായിട്ടും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ തുടങ്ങാണ്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഇതിപ്പോൾ ഒരു സർക്കിള്, ഒരു വൃത്തം. ഈ വൃത്തത്തിൽ ഞാനൊരു ഞാണ് വരയ്ക്കുന്നു. ഞാനൊരു എന്ത് വരച്ചു? ഞാണ് വരച്ചു. ഞാണ് എന്ന് പറഞ്ഞാൽ എന്താ? കോഡ്. ഈ വരച്ച സാധനത്തിന്, സർക്കിളിലുള്ള 2 പോയിന്റിനെ യോജിപ്പിക്കുന്ന വരയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? കോഡ് അഥവാ ഞാണ്. അല്ലേ, ഞാണ്. ഈ ഞാണ് ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇതിലൂടെ ഞാൻ ഇപ്പൊ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വര അങ്ങ് വരച്ചു വെച്ചോ. ഓക്കെ, ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വരഞ്ഞു. അങ്ങനെ ബ്ലേഡ് വെച്ച് വരയുന്ന സമയത്ത് ഈ കാണുന്ന സർക്കിള് 2 കഷ്ണാവൂലേ? ശരിയല്ലേ? സർക്കിൾ എന്താകും? 2 ചാപങ്ങളാകും. ശരിയല്ലേ? ഇതിനെ പറയുന്ന പേരാണ് ആർക്ക്, അഥവാ സർക്കിളിന് പറയുന്നതാണ്, സർക്കിളിന്റെ ഒരു ഭാഗത്തിന് പറയുന്നതാണ് ചാപം അഥവാ ആർക്ക്. അല്ലേ? അപ്പൊ ഇതൊരാർക്കാണെങ്കിൽ ഇതിനപ്പുറത്ത് മറ്റൊരാർക്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ മറുചാപം എന്ന് പറയാ. എന്താ പറയാ? മറുചാപം. ഈ കാണുന്നത് മറുചാപം. ഓക്കെ, ഒരു ചാപവും അതതിൻ്റെ മറുചാപവും. ഓക്കെ ആണോ? ഇനി എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ കാണുന്ന കോഡിന് ഞാൻ പേര് കൊടുക്കുകയാണ് AB. ഓക്കെ, കോഡിന് ഞാൻ പേര് കൊടുത്തു AB. ഓക്കെ, ഈ കാണുന്ന ആർക്കിന്റെ പേരാണ് APB. ഓക്കെ, APB എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, താഴെയുള്ള ആർക്കാണ്. ആ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് AQB. ഓക്കെ, AQB എന്ന് പറയുന്ന ആർക്കാണ് മുകളിലുള്ളത്. ഓക്കെ, ഇതൊരു ചാപമാണെങ്കിൽ ഇതിന്റെ മറുചാപം, മലയാളത്തിൽ നമ്മൾ മറുചാപം എന്ന് പറയും. എന്താ പറയാ? മറുചാപം. ഓക്കെ, അഥവാ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കാണ് ആൾട്ടർനേറ്റ് ആർക്ക്. ഓക്കെ ആണോ? ഒരു സർക്കിളിൽ നമ്മൾ ഒരു കോഡ് വരയ്ക്കുമ്പോൾ നമുക്ക് 2 ആർക്കുകൾ കിട്ടും. അതായത് ഒരാർക്കും അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കും, ഒരു ചാപവും അതിന്റെ മറുചാപവും. ഓക്കെ ആണോ? ഇനി ഇവിടെ AB എന്നുള്ള 2 പോയിന്റുകളെ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ കോഡ് വരച്ചിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇനി APB എന്ന് പറയുന്ന ആർക്കിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഇതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് വിചാരിക്കുക, O. ഓക്കെ, ഇതാണ് സർക്കിളിന്റെ സെന്റർ O. ഞാൻ ഈ എനെയും ബിനെയും ഈ കാണുന്ന ഓയുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ AOB എന്ന് പറയുന്നത്, മക്കളെ, ഈ AOB എന്ന് പറയുന്നത് ഈ കാണുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, AOB എന്ന് പറയുന്നത് APB എന്ന് പറയുന്ന താഴെയുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, താഴെയുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനെയും ബിനെയും നിങ്ങൾ ശ്രദ്ധിച്ചേ, എനെയും ബിനെയും മറ്റേ ആർക്കിലുള്ള ഏത് പോയിന്റുമായിട്ട് യോജിപ്പിച്ചാലും, മറ്റേ ആർക്കിലുള്ള ഏതൊരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചാലും, നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ കാണുന്ന ആംഗിൾ 2x ആണെങ്കിൽ, ഓക്കെ, ഈ കാണുന്ന ആംഗിൾ 2x ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ x. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ, ശ്രദ്ധിച്ചോ, ഈ കാണുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് AOB ആണല്ലോ. അത് 2x ആണെങ്കിൽ അതിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ആ കണക്ഷനാണ് നിങ്ങൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത്.
അപ്പോ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. നോക്കിക്കേ, ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ സെന്ററിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് നോക്കിക്കോ. ഇത് സർക്കിളിന്റെ സെന്ററിലാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കേ. AOB. ഓക്കെ, ഈ കാണുന്ന AOB എന്ന് പറയുന്ന ആംഗിള് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് 100 ഡിഗ്രി ആണ്. ഈ 100 ഡിഗ്രി എന്ന് പറയുന്നത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം എന്താണ്? APB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. എന്താണ്? APB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എനെയും ബിനെയും ഇവിടെയുള്ള ഏത് പോയിന്റുമായിട്ട് നമ്മൾ യോജിപ്പിച്ചാലും എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ. ഇവിടെ ഏത് പോയിന്റ്, ഈ ആർക്കിലുള്ള ഏത് പോയിന്റുമായിട്ട് യോജിപ്പിച്ചാലും നോക്കിക്കേ, ഈ കാണുന്നതാണ് ഇതിന്റെ മറുചാപം. ശരിയല്ലേ? ഇതല്ലേ നമ്മുടെ മറുചാപം. ഈ മറുചാപത്തിലുള്ള ഏത് പോയിന്റിൽ നിങ്ങൾ എനെയും ബിനെ യോജിപ്പിച്ചാലും അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100ന്റെ പകുതി, അതായത് 50 ഡിഗ്രി ആയിരിക്കും. അതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്. നോക്കിക്കോ, AB നമ്മളിതാ യോജിപ്പിക്കുകയാണ്. നോക്കിക്കേ, ഇതിവിടെ കൊണ്ടുപോയി വെച്ചാലും ഒക്കെ ആംഗിൾ എത്ര തന്നെയാണ്? 50 ഡിഗ്രി. ഓക്കെ, ഒരു ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് ആ ചാപത്തിന്റെ അറ്റങ്ങൾ മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഒരാർക്കിന്റെ ഈ കാണുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതിയാണെന്ത്? ആ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ ആണ് എൻ്റെ മക്കളെ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഇതിങ്ങനെ നീക്കി ഇവിടെ എവിടെ കൊണ്ടുപോയി വെച്ചാലും നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതല്ല ഇവിടെയാണെങ്കിലും ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി. ഓക്കെ, സംശയം വേണ്ട, ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി. ഓക്കെ ആണോ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെൻട്രൽ ഉണ്ടാക്കുന്നത് 2x ആണെങ്കിൽ അപ്പുറത്തുണ്ടാക്കുന്നത് x. ഓക്കെ, ആ ഐഡിയകൾ പഠിച്ചിരിക്കണം. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? പച്ച കളറിൽ ഞാൻ ശ്രദ്ധിച്ചേ, പച്ച കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ കൂട്ടിയാൽ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 100 ആണെങ്കിൽ 360 100 കുറച്ചാൽ നിങ്ങൾക്ക് കാണാം 260 ഡിഗ്രി. എത്രയാണ്? 260 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ 260. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളൊരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് APB എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ ആണ് APB. ഈ APB എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആലോചിച്ച് നോക്ക്. ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ 260 ആണെങ്കിൽ അതിന്റെ പകുതി, 260ന്റെ പകുതി എന്ന് പറയുമ്പോൾ 130 അല്ലേ? എത്രയാണ്? 130. സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ ഒരു കണക്ഷൻ ആണ് എൻ്റെ മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ അടിപൊളിയായിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, നോക്കിക്കോ, ഇത് സെന്റർ ആണെങ്കിൽ, ഈ കാണുന്നത് സെന്റർ ആണെങ്കിൽ
സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2x ആണെങ്കിൽ ഇപ്പുറത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ പകുതി അല്ലേ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിന്റെ പകുതി. അപ്പൊ ഇത് എക്സ് ഓർത്ത് വെക്കുക. ഓക്കെ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്നത് അല്ലേ? സെന്ററിൽ ഉണ്ടാക്കുന്നതിന്റെ ഹാഫ് ആണ് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ ഉള്ള ആംഗിൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഡയറക്റ്റ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, കിട്ടാൻ പോകുന്ന ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 180 മൈനസ് എക്സ്. എത്രയാണ്? 180 മൈനസ് എക്സ്. സാറേ അതെങ്ങനെയാ വന്നേ? നമുക്ക് ഇവിടെ 2x ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത്, നോക്കിക്കേ, ഇപ്പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് 2x അല്ലേ? 360 മൈനസ് 2x. ഇവിടെയുള്ള ആംഗിൾ എന്താണോ അതും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ആണ്. അപ്പൊ 360 ഈ ആംഗിൾ കുറയ്ക്കണം. 360ന്റെ പകുതി 180, 2xന്റെ പകുതി എക്സ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വരുന്ന വാല്യൂ എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ. നോക്കിക്കോ എല്ലാവരും നോക്കിക്കോ. ഇവിടെ ഇപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ, നോക്കിക്കേ, ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60, നോ ഡൗട്ട്. ഇനി ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 240 അല്ലേ? 240ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ 120. എൻ്റെ മക്കൾ നോക്ക്, ഈ ആംഗിളും കൂടെ കൂട്ടി എത്രയാ? അത് രണ്ടും കൂടെ കൂട്ടിയാൽ എല്ലായ്പ്പോഴും 180 ആയിരിക്കും. എത്രയായിരിക്കും? 180 ആയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ആംഗിൾ തന്നിട്ട് ബാക്കിയുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഒന്നുകിൽ ഒരു ആംഗിൾ തന്നിട്ട് ബാക്കിയുള്ള ആംഗിൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതായത് ഇപ്പൊ ഈ കാണുന്ന ആംഗിൾ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാ? 110 അല്ലേ? മുകളിലുള്ള ആംഗിൾ എന്താണോ അതിന്റെ ഡബിൾ ആണ് താഴെയുള്ള ആംഗിൾ അല്ലേ? താഴെയുള്ള ആംഗിൾ എന്നല്ല, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ശരിയാണല്ലോ. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 70 കുറച്ചാൽ 110 ഡിഗ്രി അല്ലേ? 180 നിന്ന് ഈ കാണുന്ന ആംഗിൾ കുറച്ചാൽ മതി. ഇവിടെയുള്ള ആംഗിളും അത് ആൾട്ടർനേറ്റ് ആർക്സിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ 110 70. ദെൻ ഈ കാണുന്ന ആംഗിൾ എത്രയാടാ? ഈ കാണുന്ന ആംഗിൾ 220 അല്ലെ? 110ന്റെ ഡബിൾ. ആ ലോജിക്ക് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. സിമ്പിളാണ്. അപ്പോൾ സാറേ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സുകളായിക്കോട്ടെ, ഇൻഫിനിറ്റി പ്ലാനിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേൾ വീഡിയോസ് എന്ന് പറയുന്ന നമ്മുടെ റെക്കോർഡ് വീഡിയോസ് കിട്ടും, ഓരോ ചാപ്റ്ററിൻ്റെ ഇൻസ്റ്റാലാണ് കിട്ടും, മൈൻഡ് മാപ്പ് കിട്ടും, പിന്നെ നമുക്ക് എക്സാംസ് ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ആ സ്ക്രോളിൽ ഇങ്ങനെ ഒരു നമ്പർ പോകുന്നുണ്ട്, ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ. ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന് എത്ര മൂലകളുണ്ട്? 3 മൂലകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ ട്രയാങ്കിളിൻ്റെ മൂലയൊക്കെ സർക്കിളിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? സർക്കിളിന് ഞാനൊരു റേഡിയസ് അങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, സർക്കിളിൽ നിന്ന് ഒരു റേഡിയസ്. ഓക്കെ, O എന്ന് പേര് കൊടുക്കാം. ഈ പോയിന്റിന് ഞാൻ A എന്ന് പേര് കൊടുത്തു. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ 3 മൂലകൾ കണ്ടുപിടിക്കണം. അതിൽ തന്നെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് 32.5 ഡിഗ്രി, ഒന്ന് 37.5 ഡിഗ്രി.
നോക്കുക, നിങ്ങൾ വരയ്ക്കേണ്ട ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ സെൻട്രൽ വരയ്ക്കണം. നമ്മളുടെ ലോജിക്ക് എന്താണ്? എത്രയാണോ വരയ്ക്കേണ്ടത് അതിന്റെ ഡബിൾ ആയിരിക്കണം സെൻട്രൽ ആംഗിൾ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുക? അതിന്റെ പകുതി കിട്ടുക. യെസ്, 32ന്റെ പകുതി എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി അല്ലേ? 65. നമുക്ക് നോക്കാം, 65 നമുക്ക് സിമ്പിളായിട്ട് പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതേ ഉള്ളൂ. യെസ്, ഈ കാണുന്ന ആംഗിൾ 65 ഡിഗ്രി. ആ പോയിന്റിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. ഓക്കെ, പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് ആംഗിൾ AOB 65 ഡിഗ്രി. എങ്ങനെയാ 65 വന്നത്? 32ന്റെ ഡബിൾ. 32ന്റെ ഡബിൾ. ഓക്കെ, ഇനി അടുത്ത 37ന്റെ ഡബിൾ. 37ന്റെ ഡബിൾ എത്രയാടാ? 37 × 2 74. അരേന്റെ ഡബിൾ 1. 74 ഒന്നും കൂടെ കൂട്ടിയാൽ 75 ഡിഗ്രി. സോ 75 ഡിഗ്രിയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 75 നോക്കുക, ഇവിടെ പ്രൊട്ടാക്ടർ വെച്ച് 75 ഡിഗ്രി അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, 75 ഡിഗ്രി. ഓക്കെ, അതും അങ്ങോട്ട് വരയ്ക്കാം. അത്രയും നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ്, ട്രയാങ്കിൾ വരയ്ക്കാൻ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് സി എന്ന് പേര് കൊടുക്കാം. ദെൻ ട്രയാങ്കിൾ വരയ്ക്കാൻ ചെയ്യേണ്ടത് എയും ബിയും സിയും ജോയിൻ ചെയ്യാം. ABC ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഗംഭീരം. യെസ്, സിമ്പിളായിട്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 മൂലകളുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കുക? അതിന്റെ സക്കം റേഡിയസ് തന്നിട്ടുണ്ട്. പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ആദ്യം വരയ്ക്കണം. സർക്കിൾ വരച്ച ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുള്ള ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ എടുക്കുക, സെന്ററിൽ വരയ്ക്കുക. 65ഉം 75ഉം വരച്ച് അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി 2 പോയിന്റ് കൂടെ കിട്ടും. ട്രയാങ്കിൾ വരയ്ക്കാൻ 3 പോയിന്റാണ്. ABC ജോയിൻ ചെയ്യുക. പരിപാടി കഴിഞ്ഞു, ഗംഭീരം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ ABC എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ABC എത്രയാണ് എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, എല്ലാവരോടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. ബാച്ചിൽ കാണാം.